അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ടേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മെസ്സേജുകളായിട്ടും കോളുകളൊക്കെ ആയിട്ട് കുറേ ഇത് വന്നിരുന്നു. വിവരാവകാശം കൊടുത്തിട്ട് എന്തായി, കിട്ടിയില്ലേ, അതിൻ്റെ മറുപടി എന്തായി ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ ബീച്ചിൽ തന്നെ വന്നിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്തിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഇത്രയും താമസിച്ചത്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് വരാൻ കുറച്ച് താമസിച്ചു. സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് രജിസ്റ്റേർഡായിട്ട് തന്നെ എനിക്ക് ഈ സാധനം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 5 ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. എൻ്റെ ആലപ്പുഴ ബീച്ചിൽ ഒന്നാമത്തെ ചോദ്യം, ആലപ്പുഴ ബീച്ചിൽ നിയമപ്രകാരം പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള കമ്പനി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി എനിക്ക് തന്നിട്ടുണ്ട്. അമല ഇക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. പാർക്കിംഗ് കോൺട്രാക്റ്റ് ടെൻഡർ വിളിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺഫേമാണ്. ഇവിടെ പാർക്കിംഗ് ഫീസ് അനുവദിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഈ പാർക്കിംഗ് ഫീസിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അതിനുള്ള മറുപടി ഇവർ തന്നിരിക്കുന്നത്, ടെൻഡർ മാനദണ്ഡപ്രകാരം പാർക്കിംഗ് കരാർ എടുക്കുന്ന സ്ഥാപനത്തിന് പാർക്കിങ്ങിനായി അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെയും ആലപ്പുഴ ബീച്ചിലെയും കച്ചവട സ്ഥാപനങ്ങൾ ഒഴികെ, അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ജൈവ അജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നിയമാനുസൃത ലൈസൻസുള്ള അംഗീകൃത സ്ഥാപനമായിരിക്കണം. അപ്പോൾ നിയമാനുസൃതമായിട്ട് ഈ ജൈവ അജൈവ മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടി ലൈസൻസുള്ള സ്ഥാപനമായിരിക്കണം ഈ പാർക്കിംഗ് കോൺട്രാക്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ അമല ഇക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇതിന് നിയമാനുസൃതമായിട്ട് ലൈസൻസ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പാർക്കിംഗ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. കൂടാതെ ഈ സ്ഥാപനം പാർക്കിംഗ് ഫീസ് ലൈസൻസ് കരാർ തുക കൃത്യമായി അടയ്ക്കേണ്ടതും മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സൗജന്യമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുമാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പാർക്കിംഗ് ഫീസ്, അത് മുനിസിപ്പാലിറ്റിയിലേക്ക് അടയ്ക്കേണ്ട പാർക്കിംഗ് ഫീസ് അത് അടയ്ക്കേണ്ടതാണ്, അത് അടയ്ക്കുകയും ചെയ്യണം. കൂടാതെ ഈ പാർക്കിംഗ് ഫീസ് പിരിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് ഈ ബീച്ചിലെ കടകൾ ഒഴികെയുള്ള ബാക്കിയുള്ള കോമൺ ആയിട്ട് വരുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ജൈവ അജൈവ മാലിന്യങ്ങൾ സൗജന്യമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജൈവ അജൈവ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അത് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ബീച്ചിൻ്റെ ഏരിയയിലെ ജൈവ അജൈവ മാലിന്യങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ ഇവിടുത്തെ ജൈവ അജൈവ മാലിന്യങ്ങൾ എന്താ ചെയ്യുന്നത്, കമ്പനി സൗജന്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഏരിയ നിങ്ങൾ കണ്ടല്ലോ. ബീച്ചിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സൗജന്യമായിട്ട് ഈ അമല ഇക്കോ എന്ന് പറയുന്ന കമ്പനി നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങളെല്ലാവരും കണ്ടോ? അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു, ഈ പാർക്കിംഗ് കോൺട്രാക്റ്റിൻ്റെ കാലാവധി എന്നുവരെയാണെന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം 9-ാം തീയതി വരെയാണ് കാലാവധി. അപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ മാർച്ച് 10 ആയിട്ടുള്ളൂ. മാർച്ച് 10-ാം തീയതി വരെ ഈ കോൺട്രാക്റ്റ് നിലനിൽക്കുന്നതാണ്. ഈ നിലനിൽക്കുന്ന കോൺട്രാക്റ്റിനനുസരിച്ച് ഇവരെടുത്ത ജൈവ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ല, അത് കാര്യം നിൽക്കട്ടെ. അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പാർക്കിംഗ് ഫീസ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനതൊന്ന് വായിക്കാം. LMB കാറ്റഗറിയിലുള്ള വണ്ടികൾക്ക് 10 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് 21 രൂപ പ്ലസ് GST, 18% GST, അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് MMB കാറ്റഗറി 10 തൊട്ട് 18 സീറ്റ് വരെയുള്ള വാഹനങ്ങൾ, അതിന് 50 രൂപ 50 പൈസ പ്ലസ് 18% GST, അതാണ് വരുന്നത്. പിന്നെ HMB കാറ്റഗറിയിലുള്ള 18 സീറ്റിന് മുകളിലുള്ള വാഹനങ്ങൾ, അതിന് 71 രൂപ 50 പൈസ പ്ലസ് GST ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർക്കിങ്ങിൻ്റെ സമയക്രമം എങ്ങനെയാണെന്നുള്ളതായിരുന്നു. അതിനുള്ള മറുപടിയും തന്നിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഫീസ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്പനിയുടെ കോൺട്രാക്റ്റും പ്രകാരം സൗജന്യമായിട്ട് ഇവിടുത്തെ ജൈവ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ അനുവാദമുള്ളൂ. ആ ഒരു കോൺട്രാക്റ്റ് അവർ പാലിക്കാത്തിടത്തോളം കാലം ഇവിടെ വരുന്ന വണ്ടികളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് പിരിക്കാനുള്ള അവകാശം അവർക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ഇത്രയും മറുപടികൾ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചോദ്യമുണ്ട്. ഈ ബീച്ചിലെ
പാലം പണി നടക്കുന്നതിൻ്റെ അടിയിലുള്ള ഈ ബാക്കിൽ കാണുന്ന ഈ പാലം പണി നടക്കുന്നതിൻ്റെ അടിയിലുള്ള സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ എല്ലാവരും കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണോ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയ? ആലപ്പുഴ ബീച്ചിലെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയ ഇതാണോ? ഇതെൻ്റെ ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് എന്നുള്ള ബോർഡ് വെക്കാത്തത്? ബോർഡ് വെക്കണ്ടേ? ഡെസിഗ്നേറ്റഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് എന്നുള്ള പാർക്കിംഗ് സ്പേസ് ആകുമ്പോൾ അവിടെ പാർക്കിംഗ് എന്നുള്ളത് ബോർഡ് വെക്കുകയും ഇവിടുത്തെ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഫുള്ള് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച് അതിൽ കാണിക്കുകയും ചെയ്യണ്ടേ? നിയമപരമായിട്ട് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു റിക്വസ്റ്റ് കൂടി കൊടുക്കാൻ പോവുകയാണ്. ഇതിലെ ഏത് ഏരിയയിലാണ് പാർക്കിംഗ് ചെയ്യേണ്ടത്, ഏതാണ് ഇവിടുത്തെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയ എന്നും എന്തുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കാത്തതെന്നും പിന്നെ ഈ ജനങ്ങൾ അറിയേണ്ടുന്ന പാർക്കിംഗ് ഫീസിൻ്റെ സ്ട്രക്ചർ ഇത് ഇവിടെ എന്തുകൊണ്ടാണ് പ്രദർശിപ്പിക്കാത്തതെന്നുമുള്ള ചോദ്യം നമ്മൾ ഒന്നുകൂടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത റിക്വസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അത് കണക്ക് തന്നെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതും കൂടി ചേർത്തിട്ട് കൊടുക്കാൻ പറ്റും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൈപ്പാസിൻ്റെ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ പാർക്ക് ചെയ്യുന്നത് അവരുടെ സ്വന്തം റിസ്കിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് പോകും. മേളിൽ നിന്ന് എന്തെങ്കിലും താഴോട്ട് വീണ് കഴിഞ്ഞാലോ എന്തെങ്കിലും വണ്ടിയിൽ കല്ലോ കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്നും യാതൊരു സംരക്ഷണവും ഇല്ല. ഇവിടെ പാർക്കിംഗ് ഫീസ് പിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇവർ ഉത്തരവാദിത്വമാണെന്നുള്ളത് പോലും ഇവിടെ നിൽക്കുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം.